Okay, this is not statement type. This is not statement type. This is one pair, two pair, one pair, two pair. Yeah, again one pair, two pair, one pair, two pair. Yeah, again statement question. Yeah. Interest income from the deposits in infrastructure investment trust distributed to their investors is exempted from the tax, but the dividend is taxable. I know that many of you are yet to be well versed in economy. Many of you even പഠിച്ച ആളുകൾക്ക് പോലും like infrastructure investment trust എന്താണെന്നോ അതിന്റെ features എന്താണെന്നോ ഈ question കിട്ടുമ്പോൾ don't feel that panic that okay I forgot I studied about infrastructure investment trust but I don't know its feature now. ഇതാണ് even veteran aspirants പോലും ഇന്റർവ്യൂവിന് പോയിട്ടുള്ള ആൾക്കാർ പോലും they won't be remembering each and every point. പക്ഷേ അതിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. Just look at the question. They are telling that okay there is a trust, there is some trust called infrastructure investment trust. ഈ വാക്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? Okay, they will be investing in some infrastructure and interest income from the deposits in that infrastructure investment trust is distributed to their investors. So some people are investing in something and they are getting some return. ഇത് മനസ്സിലാക്കാലോ, വേറെ ഒന്നും അറിയണ്ട. They are telling that interest income is exempted from the tax but dividend is taxable. അതെന്ത് ലോജിക്കാണ്? Both are return. ഒന്നില്ലെങ്കിൽ you say that to promote that trust both interest and dividend are taxable, otherwise like not taxable. Otherwise you say that both are taxable. ഒരു component taxable ആണ്, ഒരു component taxable അല്ല. There is no logic in saying that. Okay, so that statement is wrong. ഞാൻ പറഞ്ഞല്ലോ ഈ ലോജിക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഓവർ ദ ടൈം ട്രെയിൻ ചെയ്ത് കിട്ടും. ബട്ട് ദിസ് ഈസ് ദ ലോജിക്. റിപ്പീറ്റഡ്ലി വാച്ച് ദ വീഡിയോ ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. ദെൻ സോ ഇങ്ങനെയാണ് ഈവൻ UPSC ഹിസ്റ്ററിക്കലി നമുക്ക് തരുന്ന ക്ലൂസ് ആണിത്. ഓക്കെ, like today I don't have time, otherwise I would have shown the n number of comparisons. UPSCയുടെ ഹിസ്റ്ററിയിൽ തന്നെ UPSC ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെയാണ് ക്ലൂസ് വരുന്നതെന്നുള്ളത് ലാസ്റ്റ് ടൈം എഴുതിയ ആസ്പിറൻസിനെല്ലാം ഞാനത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരും ഈ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റിലാണ് പേടിച്ചു പോയത്. സെയിം ലോജിക്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ദ സെയിം ലോജിക് ഐ എം ടെല്ലിംഗ് ദാറ്റ് ഔട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ at the end we will count how many questions were doable by the same logic that I have been teaching, by the same simple basic concepts. UPSC എന്ന് പറയുന്നതിന് വേണ്ടത് പരക്കെയുള്ള നോളജാണ്, നോട്ട് ഇൻ ഡെപ്ത്. ഒന്നും ആഴത്തിലുള്ള നോളജ് വേണ്ട. ബിക്കോസ് ദിസ് ആൻഡ് ജനറലിസ്റ്റ് എക്സാം. ഇവർക്ക് ആഴത്തിലുള്ള നോളജ് വേണമെങ്കിൽ ഇവർക്കൊരു ക്വാളിഫിക്കേഷൻ വെക്കായിരുന്നു. ഓക്കെ, PhD ഉള്ളവർക്ക് മാത്രമേ എക്സാം എഴുതാൻ മതിയാവുന്നത്. അല്ലേ? അവർക്ക് ബുദ്ധിജീവികളെ വേണ്ട, എല്ലാത്തിനെ കുറിച്ചും കോമൺ അവയർനെസ് മതി. സോ കോമൺ സെൻസ് അപ്ലൈ. ഇഫ് ദേ ആർ ടെല്ലിംഗ് ദാറ്റ് there is an investment plan and one part of it is taxable, I mean both are income, both dividend are also income and interest is also income. One component is taxable, this is not taxable. There is no logic in that, so that statement is wrong. ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് അറിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് റോങ്, അപ്പോഴും നിങ്ങൾക്ക് ഒരു പോയിന്റ് ഓഫ് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, നമ്മളെടുത്ത ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്നറിയാം. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് നേരെ ആൻസർ കിട്ടി. ബട്ട് before doing that you have to read the second statement and make sure that that statement is true. അല്ലേ? എങ്കിലല്ലേ നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ ശരിയാവുള്ളൂ. അല്ലേ? അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇഫ് യു ആർ ഗെറ്റിംഗ് ദാറ്റ് വൺ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, വി ആർ ബിക്കമിങ് സേഫ്. അതൊന്ന് അഡീഷണൽ സേഫ് ആക്കാനായിട്ട് യു റീഡ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആസ് വെൽ. ദ ടെല്ലിംഗ് ദാറ്റ് ഇൻവൈറ്റ്സ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ആർ recognized as borrowers under so and so act. Okay, financial assets and enforcement securities act. Okay, this is an asset, right? Financial asset. So it is logical that this trust is coming under this act. Okay, asset securities ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു ആക്ട് ആണിത്. അസറ്റുകളെ കൂട്ടിയുണ്ടാക്കിയ ഒരു ട്രസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഈ സെന്റൻസ് ഒരു സെന്റൻസ് ഇഫ് യു ആർ ലൈക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് ലോജിക്കാണ് ഞാൻ പറയുന്നത്. ഇഫ് വൺ സ്റ്റേറ്റ്മെന്റ് യു ആർ ഐഡന്റിഫൈങ് ആസ് ഫോൾസ് and the second statement is not nonsense, second statement nonsense അല്ലെങ്കിൽ okay it is making some nonsense എന്ന് പറഞ്ഞാൽ എന്താണ്? marsupials are living only in this thing area or there is no predators in this ecosystem. ഇതൊക്കെ നോൺസെൻസ് അല്ലേ? this is nonsense. ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടോ? ഇല്ല, അല്ലേ? they are talking about some investment plan, that is some financial investment or like some financial assets they are talking, and they are telling an asset that is dealing with the financial assets. They are telling about an act. So it is logical, and so there is less probability that this statement is false, and with the logic and common sense you have found that statement as false. So you got the answer, right? Next question. Say, in the post-pandemic recent past, many central banks worldwide had carried out interest rate hike. Okay, അവർ പറയാണ് പോസ്റ്റ് പാൻഡമിക്കിലെ പല വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ RBI പോലുള്ള ബാങ്കുകൾ
ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി, അതായത് ലോൺ എടുക്കണമെങ്കിൽ കൂടുതൽ പലിശ കൊടുക്കണം. ഇനി മനസ്സിലായി? സെക്കൻഡ് സ്റ്റേ അപ്പോൾ നമ്മൾ ഓക്കെ ശരി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. വി ആർ മൂവിങ് ടു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. സെൻട്രൽ ബാങ്ക്സ് ജനറലി അസ്യൂം ദാറ്റ് they have the ability to counteract rising consumer prices. Why monetary policy means? Rising consumer price ന്റെ ഒറ്റ വാക്ക് എന്താണ്? ഇൻഫ്ലേഷൻ. ഇവർ പറയാണ് ഓരോ രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്കുകൾ വിചാരിക്കുന്നത് ഈ ഇൻഫ്ലേഷൻ കുറയാനായിട്ട് മോണിറ്ററി പോളിസി ഉപയോഗിക്കാമെന്ന്, അതായത് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ ഉപയോഗിച്ച് അതിൽ നമ്മൾ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ബാങ്കുകൾ വിചാരിക്കുന്നത്. അത് ശരിയല്ലേ? ശരിയല്ലേ? ഇനി നോക്കുക, ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയും one statement is both statements are true and one is the correct explanation of other statement. In one statement they are telling that central banks increased the interest rate. Second statement they are telling that interest rate if we are increasing we can control inflation. ഒന്നിന്റെ എക്സ്പ്ലനേഷൻ തന്നെയല്ലേ അത്? സിമ്പിൾ അല്ലേ? വേറെ എന്തെങ്കിലും സാധനം അറിയണോ അതിൻ്റെ അകത്ത്? വേണ്ട. സോ യു ഗോട്ട് ദി ആൻസർ. ദെൻ ഏതാ ആൻസർ? ഓക്കെ, ആൻസർ നമുക്ക് ഏതാണ് അതിൻ്റെ ആൻസർ? യാ എ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ദിസ് ഇസ് നോട്ട് അബൌട്ട് ഡോണ്ട് മേക്ക് ഇറ്റ് ലൈക്ക് ആൻ അക്കാഡമിക്കൽ തിങ്. ലൈക്ക് ഇതിൻ്റെ ആൻസർ ഏതാണ്, ഇതിൻ്റെ ആൻസർ ഏതാണ്? യു ആർ ഗെറ്റിംഗ് ദ സ്ട്രാറ്റജി റൈറ്റ്. യു ആർ ഗെറ്റിംഗ് ദ റെലവൻസ് ഓഫ് സെഷൻ. ഇറ്റ്സ് നോട്ട് ആൻ ordinary test discussion telling you that okay this is the answer of this. You have the answer here, right? You can do that. Then next thing, carbon markets are likely to be one of the most widespread tools in the fight against climate change. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ അതിൽ? ഇല്ല, അത് ശരിയല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? ലൈക്ക് കാർബൺ മാർക്കറ്റ്സ് ആർ ലൈക്ലി ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ് ടൂൾസ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെറ്റ് തന്നെയാണോ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്? സെറ്റ് തന്നെയല്ലേ? കാർബൺ മാർക്കറ്റ്സ് ആർ ആൻഡ് നിങ്ങൾ നോക്ക് UPSC ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്ക്. പോസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്സ്, ലൈക്ലി ടു ബി. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല. അവർ പറയാണ് കാർബൺ മാർക്കറ്റ്, കാർബൺ റിലേറ്റഡ് ആയിട്ട് കാർബൺ എമിഷൻ നമ്മൾ കുറച്ചേ ചെയ്തുള്ളൂ. കാർബൺ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വേർ ഇഫ് എ കമ്പനി ഈസ് റിഡ്യൂസിങ് ദ എമിഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ദേ വിൽ ബി ഗിവൺ എ സർട്ടിഫിക്കറ്റ്. ഇപ്പം ഞാനൊരു കമ്പനി നടത്തുന്നുണ്ട്, ഓക്കെ, ഞാനൊരു ഇഷ്ടിക ചൂള നടത്തുകയാണ്, ബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു ഇഷ്ടിക ചൂള നടത്തുകയാണ്. ആൻഡ് ഞാൻ ഈ ഇഷ്ടിക ഇങ്ങനെ ഫ്യൂവൽ വുഡൊക്കെ വെച്ചിട്ട് കത്തിച്ച് ചൂടാക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു, സോളാർ പാനലൊക്കെ വെച്ചിട്ട് വേറൊരു മെത്തേഡ് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ കാർബൺ എമിഷൻ കുറച്ചു. അപ്പോൾ എനിക്ക് ഗവൺമെൻറ് ഒരു സർട്ടിഫിക്കറ്റ് തരും. ഓക്കെ, യു ഹാവ് റെഡ്യൂസ്ഡ് ദിസ് മച്ച് എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഈ സർട്ടിഫിക്കറ്റിന് ഒരു വിലയുണ്ട്. ഓക്കെ, ദിസ് സർട്ടിഫിക്കറ്റ് ക്യാൻ ബി ട്രേഡഡ്. നിങ്ങൾക്ക് വേറെ ആൾക്ക് വിറ്റാൽ അത് പൈസ കിട്ടും. ഇതാണ് കാർബൺ മാർക്കറ്റ്, കാർബൺ ട്രേഡ്. നിങ്ങൾ പുതിയതായിട്ടുള്ള ആസ്പിറൻസ് യു വിൽ ബി ലൈക്ക് ഓവർ ദ പീരീഡ് ഓഫ് ടൈം യു സ്റ്റഡി വാട്ട് ഈസ് കാർബൺ മാർക്കറ്റ് ആണ്. ഓക്കെ, സോ കാർബൺ മാർക്കറ്റ് ഉപയോഗിച്ച് ക്ലൈമറ്റ് ചേഞ്ച് കുറയ്ക്കാന്നാണ്. പറ്റില്ലേ? പറ്റില്ലേ? കാരണം എല്ലാവരും ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്, കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ കുറയ്ക്കും, സർട്ടിഫിക്കറ്റ് കിട്ടും, വിറ്റാ പൈസ കിട്ടും, റൈറ്റ്? സോ ദെൻ കാർബൺ മാർക്കറ്റ് ട്രാൻസ്ഫർ റിസോഴ്സസ് ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ ടു ദ സ്റ്റേറ്റ്. ഈ ക്വസ്റ്റ്യൻ ആണ്, ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ലൈക്ക് പല ആൻസർ കീയിലും പല ആൻസർ ആണ്. ദേ ആർ ടെല്ലിംഗ് ദാറ്റ് കാർബൺ മാർക്കറ്റ് ട്രാൻസ്ഫർ റിസോഴ്സസ് ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ ടു സ്റ്റേറ്റ്. ആർക്കെങ്കിലും ഒരു ലോജിക്ക് പറയാൻ പറ്റുമോ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ച്? എന്തായിരിക്കും അതിൻ്റെ ഒരു ലോജിക്കല്ല, എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഒരു കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനി ഈസ് ഡൂയിങ് സം ബിസിനസ് വിച്ച് ഈസ് releasing carbon dioxide. Okay, they have a chimney, some production plant and all. They are releasing carbon dioxide. Okay, they are releasing carbon dioxide, and because of that, if you like, എല്ലാ കമ്പനികൾക്കും ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടാർഗറ്റ് ഉണ്ട്, ഒരു വർഷം ഇത്രയും എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് നിങ്ങൾ എമിഷൻ കുറച്ചിട്ടുണ്ടാവണമെന്ന് നിങ്ങളുടെ പ്രൊഡക്ഷൻ പ്ലാന്റിൽ. ഇത് ചെയ്ത കമ്പനികൾ എന്ത് ചെയ്യും? ഇത് ചെയ്ത കമ്പനികൾക്ക് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഇത് അവർക്ക് വിൽക്കാം. ആരാണിത് വാങ്ങിക്കുന്നത്? എമിഷൻ കുറയ്ക്കാൻ പറ്റാത്ത കമ്പനികൾ ഇത് വാങ്ങിക്കും. ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടായാൽ മതി. ഞങ്ങൾ കുറച്ചില്ലെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഞങ്ങൾ പൈസ കൊടുത്തു. ദിസ് ഇസ് ദ ഡീൽ. ഓക്കെ, സോ ഇറ്റ് ട്രാൻസ്ഫേഴ്സ് റിസോഴ്സസ് ഫ്രം പ്രൈവറ്റ് സെക്ടർ ടു സ്റ്റേറ്റ്. എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ കമ്പനി അവരുടെ കാർബൺ എമിഷൻ കുറയ്ക്കാൻ പറ്റാതെ, ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ US-ലും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ US പോലുള്ള ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, ജപ്പാൻ, ജർമ്മനി പോലുള്ള കമ്പനീസ്, ദേ ആർ സ്ട്രഗ്ലിംഗ് ലൈക്ക് എമിഷൻ. അവർക്ക് പലപ്പോഴും ഇത് കുറയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ പോലുള്ള കൺട്രീസിൽ നിന്ന് ഈ നമ്മൾ കുറച്ചതിനെ നമ്മുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് വില കൊടുത്ത് വാങ്ങിക്കും. ഓക്കെ, കാരണം ഒരു പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് പോലുള്ള എഗ്രിമെന്റ് പോകുമ്പോൾ എല്ലാ കൺട്രീസും എത്ര കാർബൺ എമിഷൻ കുറച്ചു എന്നുള്ള അവരോട് ചോദിക്കും. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അവർ വാങ്ങിച്ചു വെക്കും. അപ്പോൾ ഈ പൈസ എങ്ങോട്ടാണ് വരുന്നത്? നമ്മളിലേക്കാണ്, ഗവൺമെന്റിലേക്കാണ് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇന്ത്യയിലേക്ക് ആ പൈസ വരുന്ന സമയത്ത് ഇന്ത്യയിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാനും ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പൈസ കിട്ടും. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. പക്ഷേ ഇത് പല രീതിയിൽ ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ഓക്കെ ഇത് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് വരുന്ന ഇതാന്ന് പറയാൻ പറ്റത്തില്ല. മേ ബി അത് എന്താ പറയുക ഇന്റർ കൺട്രി ട്രാൻസ്ഫർ ആയിക്കൂടെ, അങ്ങനെ പല ഇൻ്റർപ്രിട്ടേഷനും ഉണ്ട്. ബട്ട് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് prima facie ഈസ് ട്രൂ. അത് UPSCയുടെ ആൻസർ കീ വന്നാലേ അത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ അതവിടെ ഇരിക്കട്ടെ. ആക്ച്വലി എന്താ പറയുക, ഇതിൻ്റെ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ആൻഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ ട്രൂ. ബട്ട് യാ ഇറ്റ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. കാരണം എന്താണ്, ഇത് ക്ലൈമറ്റ് ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ബിക്കോസ് സ്റ്റേറ്റ് ഈസ് ഗെറ്റിംഗ് ദ മണി ആൻഡ് ദാറ്റ് മണി വിൽ ബി യൂസ്ഡ് ടു ഫണ്ട് റിന്യൂവബിൾ എനർജി ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ആ ക്വസ്റ്റൻ അവിടെ നിൽക്കട്ടെ. അതിൽ ഇച്ചിരി കോൺട്രവേഴ്സി ഉണ്ട്, ലൈക്ക് പല ഇൻ്റർപ്രിട്ടേഷൻ ആണ് വരുന്നത്. Now, 1 pair, 2 pair type of question. Okay, small farmer, this thing. Again, 1 pair, 2 pair. 1 pair, 1 pair, 1 pair. Yeah, again. This question. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സർക്കിൾ ചെയ്ത് വെച്ചോ. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ചില ക്വസ്റ്റ്യൻ നമ്മൾ പിന്നീടാണ് അതിലേക്ക് വരിക. 32 ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചോ. Then statement question. Yeah, നോക്കോ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് ഹെൽഡ് ഇൻ സം ജഡ്ജ്മെന്റ്സ് ദാറ്റ്, നിങ്ങൾ ഈ വലിയ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ പേടിക്കരുത്. അത് സിമ്പിളായിട്ട് അതിൻ്റെ ഒരു സെൻറ്റൻസിൽ അതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കാം. ഓക്കെ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് held that in some judgments that reservation policies under Article 16 subclause 4 of the Constitution of India would be limited by Article 335 for the maintenance of efficiency of administration. They are telling that okay, നമ്മൾ 16(4) കുറച്ച് പേർക്ക് റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്, SC/ST ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു അബ്സല്യൂട്ട് അല്ല, അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇപ്പോൾ അതായത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഡോക്ടറിന് വേണം. ഒരാൾ SC ആണെന്ന് പറഞ്ഞിട്ട് MBBS ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ പറ്റും? ഇല്ല. എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ നോക്കിയിട്ടേ അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. സുപ്രീം കോർട്ട് അതിൻ്റെ ജഡ്ജ്മെൻറ്റ്സിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? ഇല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആ സ്റ്റേറ്റ്മെൻറ്റ് Article 335 of the Constitution of India defines the term efficiency of administration. കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യാറുണ്ടോ സാധാരണ എന്തെങ്കിലും? ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ നോർമലി ഒരു കാര്യവും ഡിഫൈൻ ചെയ്യാറില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോൺസെൻസ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ യു ഗോട്ട് ദി ആൻസർ, റൈറ്റ് അല്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് 100% ഷുവർ ആവണ്ട. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് കണ്ടുപിടിച്ചാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 100% ഷുവർ ആണെന്ന് അറിയണ്ട. ജസ്റ്റ് നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് നോൺസെൻസ്. ഓക്കെ, സോ യു ഗോട്ട് ദി ആൻസർ. ഏതാ ആൻസർ? സി. ദെൻ one pair, 2 pair will come later. This question will come later. Statement. 1 pair, 2 pair. നോക്കിക്കോ, UPSC എത്ര തക്കുട് ക്വസ്റ്റ്യനാണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കിയോ. സിമ്പിളാണ്. ഇതൊരു മനുഷ്യനായിരുന്നെങ്കിൽ പോയി കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. നിങ്ങൾ വായിച്ചു നോക്കി ക്വസ്റ്റ്യൻ. ദ സോയിൽ ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ആണോ? എന്തുകൊണ്ടാണ് അല്ലാത്തത്? 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഹൈലി മഴ പെയ്യുന്ന സ്ഥലമാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ സർഫസിലാണ് ഉള്ള ന്യൂട്രിയൻസ് എല്ലാം ഒലിച്ചു പോകും, ലീച്ചിങ്. അതെ. രണ്ടാമത്തെ കാര്യം എന്താണ്, ഇവിടെ മോയിസ്റ്റ് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് ബാക്ടീരിയാസ് ഇതിനെ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും. ലൈക്ക് വാം ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് പത്തോജൻസ് പെരുകുക അല്ലേ? അപ്പോൾ ലൈക്ക് ബാക്ടീരിയാസ് ഇതിനെ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും, അങ്ങനെയും ന്യൂട്രിയൻ പോകും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ല. അപ്പോൾ തന്നെ നമുക്ക് എന്ത് വേണം മനസ്സിൽ ഉത്തരം എന്തായാലും കിട്ടി. ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോൺസെൻസ് എല്ലാം എന്ന് ഉറപ്പിച്ചാൽ മതി അല്ലേ? എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്? ദ ഹൈ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഓഫ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കോസ് ഡെഡ് ഓർഗാനിക് മാറ്റർ ഇൻ ദ സോയിൽ ടു ഡീകമ്പോസ് ക്വിക്ക്ലി. ശരിയല്ലേ? അത് നോൺസെൻസ് ആണോ? അല്ല അല്ലേ? അത് ശരിയാണോ ഇല്ലയെന്ന് ഉറപ്പില്ലെങ്കിൽ അത് നോൺസെൻസ് അല്ല, സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഓക്കെ, സോ യു ഗോട്ട് ദി ആൻസർ. ഏതാണ്? സി. ദെൻ അടുത്ത് ഓക്കെ, D 5 64. ദ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതൊരു IAS പോലുള്ള, ഇന്ത്യൻ ഫോറിൻ സർവീസ് പോലുള്ള, IPS പോലുള്ള ഏറ്റവും സുപ്പീരിയർ പോസ്റ്റിലേക്കുള്ള ഒരു എക്സാമിന് ആണ് ഇത്തരം ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കണം. കേരള PSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ നിങ്ങൾ ഇവരോട് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇത് വന്നൊരു ക്വസ്റ്റ്യനാണ്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഈ ഇടെ മരിച്ചുപോയ ഒരു മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ പേര് മറ്റേ സച്ചി മരിച്ച സമയത്തായിരുന്നു. P. സച്ചിദാനന്ദൻ, A. സച്ചിദാനന്ദൻ, D. സച്ചിദാനന്ദൻ, J. സച്ചിദാനന്ദൻ.
ഇതാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് പല SSC പോലുള്ള എക്സാമിന് വരുന്നത്. USA നാസയിൽ നിന്ന് പോയിട്ടുള്ള ഫസ്റ്റ് സ്പേസ് വാക്ക് നടത്തിയ വിമൻ ആസ്ട്രോണോട്ടിൻ്റെ ഷൂവിൻ്റെ ലേസിൻ്റെ കളർ, പിന്നെ കടലിൽ ഉപ്പ് ചൊരിഞ്ഞത് ആര്, ഇതൊക്കെ നമുക്ക് ആർക്കും എഴുതാൻ പറ്റുമോ? 4 ഓപ്ഷൻ കാണും. ഇതൊന്നും പഠിച്ചു വെക്കാൻ പറ്റത്തില്ല. പക്ഷേ UPSC പോലുള്ള ഇത്രയും സുപ്പീരിയർ പോസ്റ്റിലേക്കുള്ള എക്സാമിന് ചോദിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കും. ദ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ലാൻഡ്. ശരിയാണോ അല്ലേ? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂട് ഏറ്റവും കൂടുതലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന കപ്പാസിറ്റി അത് ലാൻഡിനാണോ വാട്ടറിനാണോ കൂടുതൽ? സോളിഡിനേക്കാളും ലിക്വിഡിനല്ലേ കൂടുതൽ? ഒന്ന് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്, ദ ടെമ്പറേച്ചർ, അത് ഒരു നോൺസെൻസ് അല്ലാന്ന് അറിയാലോ, ഷുവർ അല്ലെങ്കിലും. രണ്ടാമത്, the temperature contrast between continents and oceans is greater during summer than in winter. ഒന്ന് സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കാം. നമ്മുടെ സമ്മർ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഷ്യൻസ് ഒക്കെ നല്ല ചുട്ട് പഴുത്ത് കിടക്കുകയാണ്. അങ്ങനെ നിന്ന സമ്മർ സീസൺ കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോൾ വിൻ്റർ വരുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ സ്പെസിഫിക്കിറ്റി കൂടുതലായതുകൊണ്ട് ഇത് വലിച്ചെടുത്ത ചൂട് മുഴുവനും പുറത്ത് കളയാൻ കുറേ സമയം എടുക്കില്ല. ഓഷ്യൻ എന്ന് പറയുന്നൊരു വലിയ ബോഡിയല്ലേ. ലാൻഡ് അങ്ങനെയല്ല. ലാൻഡിൽ പോയി നിങ്ങൾ വിൻ്റർ സീസണിൽ രാവിലെ തൊട്ടാൽ ലാൻഡ് നല്ല തണുത്തിരിക്കും. ഇത്രയും തണുപ്പ് ഉണ്ടാവില്ല ഓഷ്യൻ വാട്ടറിന്. കാരണം ഇത്രയും മാസങ്ങൾ ലൈറ്റ് കിട്ടിയതിൻ്റെ ഹീറ്റ് മുഴുവനും അത് പോയി അത് തണുക്കാനായിട്ട് സമയമെടുക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കോൾഡ് സീസണിൽ, വിൻ്റർ സീസണിൽ ലാൻഡ് വിൽ കൂൾ മോർ ഡ്രാസ്റ്റിക്കലി ആൻഡ് അബ്രപ്റ്റ്ലി ദാൻ വാട്ടർ. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? വിൻ്റർ സീസണിൽ ലാൻഡല്ലേ പെട്ടെന്ന് തണുക്കുന്നത്. ഇവർ പറഞ്ഞേക്കുന്ന ഏത് സീസണിൽ തണുക്കും, അങ്ങനെ വ്യത്യാസം വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓഷ്യനും ലാൻഡും തമ്മിലുള്ള ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുന്നത് സമ്മർ സീസണിലാണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ? സംശയമുണ്ടോ അതിൻ്റെ അകത്ത്? പിന്നെ അവരെന്താ പറഞ്ഞേക്കുന്നത്? ഡ്യൂറിങ് സമ്മർ ദാൻ ഇൻ വിൻ്റർ. അത് ശരിയാണോ അല്ലേ? എന്തായാലും സംശയം. അവർ പറയുകയാണ്, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരിയാണ്. എന്തുകൊണ്ടാണ് ശരിയെന്ന് പറയുന്നത്? നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ കോംപ്ലക്സിറ്റി അഴിക്ക്. ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്ക്. ലാൻഡും ഓഷ്യനും, ഇത് ലാൻഡ് ഇത് ഓഷ്യൻ, ഇവർ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് സമ്മർ സീസണിലാണോ വിൻ്റർ സീസണിലാണോ കൂടുതൽ വ്യത്യാസം ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിൻ്റർ സീസണിലല്ലേ? സമ്മർ സീസണിൽ രണ്ടും ഏകദേശം ഒരേപോലെ ചൂടായി കിടക്കായിരിക്കും. വിൻ്റർ സീസണിൽ എന്ത് പറ്റും? ലാൻഡ് പെട്ടെന്ന് അങ്ങ് തണുക്കും അല്ലേ? ഓഷ്യൻ അത്രയും പെട്ടെന്ന് തണുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അതാണ് ഇവർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവർ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നെങ്കിലും ഇതിന്റെ കാരണം ഇത് നോക്കി. ഇതിന്റെ ബ്യൂട്ടി ഇതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നാലും രണ്ടാം സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ അത് മാറും. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ലാൻഡ് സർഫസ് എന്ന് പറഞ്ഞാൽ ചൂട് അബ്സോർബ് ചെയ്തത് കൂടുതൽ ഹീറ്റ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉള്ളത് വാട്ടറിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ സമ്മർ സീസണിൽ കൂടുതൽ ചൂട് അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ അബ്സോർബ് ചെയ്ത് അത്രയും ഹീറ്റ് പുറത്തോട്ട് പോകാൻ കുറേ സമയം എടുക്കും. ലാൻഡിന് ഇത്രയും കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഉള്ള ചൂട് പെട്ടെന്ന് തന്നെ അങ്ങ് വിടും. മനസ്സിലായി? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. യു ഗോട്ട് ദി ആൻസർ. ഏതാ ആൻസർ? ഡി. Then, ഈ ക്വസ്റ്റിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇറ്റ്സ് നോട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. Okay, no statement. Yeah. Okay. India's public healthcare system largely focus on curative care with limited preventive, promotive and rehabilitative care. Like what problem that UPSC aspirants normally face in the exam pressure is that when they are seeing so many words, okay, preventive, curative, kind of like promotive, rehabilitative, they feel that they are asking about something big. ഒന്നുമില്ല. ഇവർ ചോദിച്ചേക്കുന്നത് അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണോ അസുഖത്തിനെ തടയുന്നതാണോ നമ്മൾ ഉപയോഗിക്കുന്ന നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന അപ്രോച്ച് എന്നാണ്. നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനല്ലേ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അസുഖം വരുന്നത് തടയാൻ പറ്റാറുണ്ടോ? ഇല്ല. ലാർജ്ലി ഫോക്കസ്, അതും ഒള്ളിന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ലാർജ്ലി ഫോക്കസ് ചെയ്യുന്നത് അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലാണ്. അത് മാറണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളിപ്പോൾ ദ പ്രസന്റ് ഡിസ്കഷൻ ഈസ് ഓൺ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. ഇപ്പോൾ നമ്മൾ ക്യൂറേറ്റീവ് ആണ്, വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്ര അസുഖമൊക്കെ. ലൈക്ക് ഇന്ത്യ ഈസ് വൺ ഓഫ് ദ എന്താണ് ലീഡിങ് കൺട്രി വിത്ത് ദീസ് കൈൻഡ് ഓഫ് ഡിസീസസ്, കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതിൻ്റെ കാരണം എന്താണ്? അസുഖം വരുന്നത് തടയാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി. ഇത് ആരും അറിഞ്ഞു വെച്ചിട്ട് ചെയ്യുന്നതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഒരു നമ്മൾ ക്യൂറേറ്റീവ് അപ്രോച്ച് അല്ല, പ്രിവെൻറ്റീവ് അപ്രോച്ചാണ്. അസുഖം വരുന്നതിന് മുമ്പ് ട്രീറ്റ് ചെയ്യുന്ന അപ്രോച്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഡിസീസ് ബർഡൻ ഇവിടെ വരുമോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്യൂബർകുലോസിസ് വന്ന് മരിക്കുന്ന ആൾക്കാർ ഇന്ത്യയിലാണ്. ലോകത്തിലെ എന്താണ് ഇതുപോലെയുള്ള മലേറിയ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള പല ഡിസീസസും ഇന്ത്യൻ ക്യാപിറ്റൽ തന്നെ ഇന്ത്യയാണ്. അതിന് കാരണം എന്താണ്?
ഇതാണ് കാരണം, നമ്മൾ ക്യൂറേറ്റീവ് അപ്രോച്ചിലാണ്, വന്നിട്ട് ചികിത്സിക്കാനാണ് നമ്മൾ ഇതാകുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോൺസെൻസ് അല്ല എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അത് നോൺസെൻസ് അല്ലാന്ന് മാത്രമല്ല, അത് ശരിയുമാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അണ്ടർ ഇന്ത്യാസ് ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് ടു ഹെൽത്ത് കെയർ ഡെലിവറി. കാണുമ്പോൾ ഭയങ്കര ഇതാണെന്ന് തോന്നും. അവർ ചോദിച്ച സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ സ്റ്റേറ്റ്സ് ആർ പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിംഗ് ഹെൽത്ത് സർവീസസ്. ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ചുരുക്കി പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഹെൽത്ത് ഏത് ലിസ്റ്റിലാണെന്നല്ലേ ചോദിച്ചേക്കുന്നത്? ഹെൽത്ത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, അതല്ലേ? അത് ശരിയല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇത് ഒന്നിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് കണ്ടുപിടിക്കണം, അല്ലേ? ഹെൽത്ത് സ്റ്റേറ്റ് ലിസ്റ്റിലായതുകൊണ്ടാണോ നമുക്ക് അസുഖത്തിന് തടയാൻ പറ്റാതെ വരുന്നത്? അല്ല. രണ്ട് സ്റ്റേറ്റ്മെന്റ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻഡിവിജ്വലി കറക്റ്റ്, ബട്ട് വൺ ഈസ് നോട്ട് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ. വിച്ച് ഇസ് ദ ആൻസർ? ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണോ? ആണോ? അല്ല.